ശംശയാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് 44-ാമത്തെ സങ്കീർത്തനം ധ്യാനിക്കുകയാണ്. ദൈവമേ ഉണരണമേ എന്നുള്ളതാണ്. 26 വചനങ്ങളുള്ള ഒരു സങ്കീർത്തനമാണ്. ഉടമ്പടിയിൽ ഏർപ്പെട്ട ദൈവജനം സഹിക്കേണ്ടി വരുമ്പോൾ അവര് പാടുന്ന ഒരു വിലാപഗാനമാണിത്. സർവശക്തനായ ദൈവത്തിന് നേരെ നീതി നടത്തണമേ എന്ന് ബോധിപ്പിക്കുന്ന ദൈവജനത്തിൻ്റെ ഒരു അവസ്ഥയാണ് ഈ സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത്. യുദ്ധത്തിലുള്ള പരാജയവും മറ്റുള്ളവരുടെ അവജ്ഞയും ഒക്കെ അനുഭവിക്കുന്നു. അയൽക്കാരുടെ പരിഹാസം, ശത്രുവിൻ്റെ പ്രതികാരം, ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുമ്പോൾ ദൈവത്തിൻ്റെ മൗനം അവർ കാണുകയാണ്. ദൈവജനം ദൈവത്തിൻ്റെ മൗനം ചോദ്യം ചെയ്യുന്നു. എന്നാൽ സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗം ദൈവത്തിൻ്റെ കാരുണ്യം ഏറ്റവും ശക്തമായിട്ട് അപേക്ഷിക്കുന്നതാണ് ജീവിത ക്ലേശങ്ങൾക്ക് അനുഗ്രഹമായിട്ട് മാറുന്നത് എന്നത് വ്യക്തമാക്കുകയാണ്. ദൈവം പരിത്യജിച്ചു എന്നുള്ള തോന്നലിൽ നിന്നും മാറി സഹനത്തിൽ നിരന്തരം വിളിച്ചപേക്ഷിക്കുകയാണ്. നമുക്കങ്ങനെ ഒരു മനോഭാവം സൃഷ്ടിക്കാം. ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല, മറിച്ച് നമ്മുടെ സഹനത്തിൽ നമുക്ക് നിരന്തരം വിളിച്ചപേക്ഷിക്കാം. രാജാവായ ദൈവമേ, അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ശക്തി കേന്ദ്രം. അവിടുത്തെ മാത്രം ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഉണർന്ന് പ്രശോഭിക്കണമേ. ഈ ജീവിതത്തിൽ ഞങ്ങൾക്ക് ധൈര്യം പകരണം. ധൈര്യമായിട്ട് ജീവിക്കുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.